നമസ്കാരം. ഒരു നല്ലൊരു ചോദ്യം എനിക്ക് വന്നത്, ഈ പഴയ ബൈബിളിലൊക്കെ പറയുന്ന ആദ്യകാല മനുഷ്യർ, ആ കാലഘട്ടം, ഈ ആദം ഹവ്വ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ആദ്യം വന്ന സ്ത്രീ പുരുഷൻ, അവരിലൂടെ വന്ന തലമുറ, അതിനുശേഷം ഇസ്രയേലിയ ജനം ഉണ്ടാവുന്നു. യഹൂദരെ ദൈവത്തിന്റെ ജനമായി തിരഞ്ഞെടുത്തു, അവരെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നു. അതിൽ ആദ്യം തിരഞ്ഞെടുക്കുന്നത് എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ആ കുടുംബത്തെ തിരഞ്ഞെടുത്തിട്ട് ആ തിരഞ്ഞെടുത്ത അവരിലൂടെ ഇസ്രായേൽ ജനത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ അതെല്ലാം ദൈവം ചെയ്യുന്ന പരിപാടിയാണ്. ദൈവത്തിന്റെ ജനത്തെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പക്ഷെ അതിൽ പറയുന്ന, ആ ബൈബിളിൽ പറയുന്ന ദൈവം അന്നത്തെ മനുഷ്യർക്ക് മാംസം കഴിക്കാനും, ഇപ്പൊ നമ്മുടെ ഈ ആത്മീയത്തിന്റെ ഈ ലെവലിലുള്ള അല്ലെങ്കിൽ ഹൈന്ദവ രീതിയിൽ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളല്ല ശരിക്കും ദൈവം അന്ന് അവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഈ കുരുതി, ബലി, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നാൽ ഈ കാലഘട്ടത്ത് ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ഈ ചെയ്യുന്ന രീതിയൊക്കെ ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ, പോസിറ്റീവ് ആവണമെങ്കിൽ, നമ്മൾ വെയിറ്റിയറിനൊക്കെ ആവുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ ആ ദൈവം തന്നെയല്ലേ ഇപ്പോ എന്നിലൂടെയും സംസാരിക്കുന്ന ദൈവം? അപ്പം സൃഷ്ടാവ ദൈവം തന്നെയാണ് ആദ്യകാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇപ്പോ എന്തുകൊണ്ടാണ് ആത്മീയത്തിന്റെ ഈ ഒരു തലം അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ പറയുന്നത്? ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഞാൻ ഈ പറഞ്ഞ മെസ്സേജിലൂടെ എല്ലാം നല്ല രീതിയിൽ ഉൾക്കൊണ്ടവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് എന്ന് പറയുന്ന, ആ ദൈവത്തിന്റെ പോസിറ്റീവ് എന്ന് പറയുന്ന ആ മേഖലയിൽ അനേക സെക്ഷൻസ് ഉണ്ട്, അനേക തലങ്ങളുണ്ട്. അതിലെ ഒരു ഹൈ തലത്തിലേക്ക് പോകുമ്പോഴാണ്, പോസിറ്റീവിന്റെ ഹൈ തലത്തിലേക്ക് പോകുമ്പോഴാണ് പൂർണ്ണമായും ശകലം പോലും പാപമില്ലാത്ത ലെവലിൽ ആ ആത്മാവ് എത്തി പോകുന്നത്. അപ്പൊ ഈ മാംസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാര്യം, നമ്മൾ അവരുടെ മരണവെപ്രാളം, അവർ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മരണവെപ്രാളത്തിലൂടെ വരുന്ന ആ നെഗറ്റീവ് എനർജി ആ മാംസത്തിലൂടെ നമ്മളിലേക്ക് പ്രവേശിക്കും. അപ്പൊ നമ്മളും നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വൃക്ഷങ്ങളെയും ചെടികളെയും നമ്മൾ നശിപ്പിച്ച് അതിൽ നിന്ന് ഭക്ഷണം എടുക്കുമ്പോഴും അതിനൊക്കെ ആത്മാക്കളുണ്ട്. പക്ഷെ വായും കണ്ണും മൂക്കും ചെവിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, രക്തം ചുവപ്പും അല്ലാത്തത് കൊണ്ട് നമ്മളെ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അവരും വിഷമിക്കുന്നുണ്ട്, അവരും വേദന അനുഭവിക്കുന്നുണ്ട്. അതും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരും. പക്ഷെ അവരുടെ മനസ്സ് മൃഗങ്ങളുടെ അത്രയും വളർച്ചയില്ലാത്തത് കൊണ്ടും, പറഞ്ഞല്ലോ, ചെടികളിൽ നിന്നൊക്കെ വളർന്ന് വന്നാണ് ആ മനസ്സ് പിന്നെ മൃഗങ്ങളിലൂടെയായിട്ട് വളർത്തി പിന്നെ മനുഷ്യരിലൂടെ വളർത്തുന്നത്. അപ്പൊ ചെടികളിലുള്ള മനസ്സ് അത്രയും വളർച്ചയുള്ള ആത്മാവല്ലാത്തത് കൊണ്ട് അത്രയും നെഗറ്റീവ് നമ്മളിലേക്ക് ബാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും അല്പ നെഗറ്റീവ് അതിലൂടെ കിട്ടുന്നുണ്ട്. ശരിക്കും ദൈവത്തിന്റെ പോസിറ്റീവിന്റെ ഹൈ തലത്തിൽ പോകാൻ വിധിക്കപ്പെട്ട ആ ഒരു ലെവലിൽ വരുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ പോലും ഉപേക്ഷിക്കും. ഇനി ചെടികളെയും ഒന്ന് നശിപ്പിച്ചു പോലും നമ്മൾ ആഹാരം കഴിക്കില്ല. മൃഗങ്ങളുടെയും മാംസമൊക്കെ ആദ്യം, മീനുമൊക്കെ ആദ്യം ഒഴിവാക്കുന്നു. പിന്നെ ആത്മീയത്തെ വളർന്നു വരുമ്പോൾ വെജിറ്റേറിയൻ പോലും ഒഴിവാക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വളർന്നു വരുമ്പോൾ ഫലങ്ങൾ, അതായത് മരത്തിൽ നിന്നും പഴുത്ത് വീഴുന്ന പഴവർഗ്ഗങ്ങളായിരിക്കും ഏറ്റവും അവസാനം കഴിച്ചു വരുന്നത്. അങ്ങനെ ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ ആത്മീയത്തിന്റെ പോസിറ്റീവിന്റെ ഹൈ തലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അതുകൊണ്ടൊക്കെയാണ് കാട്ടിലൊക്കെ ആ ഒരു ലെവലിൽ ഇരിക്കുന്നവർ വനത്തിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചു പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ മനസ്സും നമ്മളുടെ ശരീരവും ഒക്കെ പാകപ്പെടും. നമുക്ക് അതിനപ്പുറത്തോട്ട് ആഹാരം വേണ്ട എന്നൊരവസ്ഥ വരും. ഈ നിയമങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമേ പട്ടിണി കിടന്ന് പഴവർഗ്ഗം മാത്രം കഴിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ വെറും മണ്ടത്തരമാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷക പല കാര്യങ്ങളും മാംസത്തിൽ നിന്നും മറ്റ് ചെടികളിൽ നിന്നും എല്ലാത്തിൽ നിന്നുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പടിപടിയായിട്ടാണ് ഇത് വേണ്ടാതെയായി അന്തരീക്ഷത്തിൽ നിന്നും എനർജി നേരിട്ട് കിട്ടുന്ന ലെവലിലേക്ക് എത്തി വരുമ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ മാംസവും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുപാട് നാളുകളായി. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ പോഷകക്കുറവൊന്നും ഇല്ല. ഇനി കുറച്ചുള്ള ഇപ്പൊ തന്നെ മലക്കറികളിൽ തന്നെ പല വെജിറ്റേറിയൻസ് എനിക്കിപ്പോ ബ്ലോക്കായി വരുന്നുണ്ട്. ഇനി അതുമൊക്കെ ഞാൻ മതിയാക്കി വരികയാണ്. കുറെ നാൾ കഴിയുമ്പോൾ ഞാൻ പഴവർഗ്ഗങ്ങളിലേക്ക് മാത്രമായി തിരിയേണ്ട ഒരു അവസ്ഥ വരും. കാരണം നമ്മൾ ആത്മാവ് റിജക്ട് ചെയ്യും. മലക്കറികളിൽ തന്നെ പല കാര്യങ്ങളും എനിക്ക് റിജക്ഷൻ പറഞ്ഞുണ്ട്. അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല.
അപ്പം അങ്ങോട്ട് ഇനി അങ്ങോട്ട് വരുമ്പോൾ അതും മാറും. അപ്പൊ ഇങ്ങനെ ദൈവമായിട്ട് അടുത്തടുത്ത് വരണ അനുസരിച്ച് നമ്മുടെ ആത്മാവും ശരീരവും റിജക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോന്നോരോന്ന് ഒഴിവാക്കി വരുന്നത്. അപ്പൊ ബാക്കി വേണ്ട പോഷകം പ്രാർത്ഥനയിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. എനർജി ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ എനർജിയിലൂടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും. അങ്ങനെ കിട്ടി വരുമ്പോഴാണ് ഇതെല്ലാം ഒഴിവാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ, അവന് വേല ചെയ്ത് ജീവിക്കാനും അവന് ബുദ്ധി വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും എല്ലാത്തിനും ഭൂമിയിലുള്ള സകല കാര്യങ്ങളുടെ എനർജി നമുക്ക് ആവശ്യമുണ്ട്. അതിന് കഴിക്കേണ്ട മാംസം കഴിച്ചിരിക്കണം, ചെടികൾ കഴിച്ചിരിക്കണം, പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിരിക്കണം, എല്ലാം വേണം. ആദ്യകാലത്തെ മനുഷ്യൻ, ഈ ആദ്യകാലം ഞാൻ പറയുമ്പോൾ ബൈബിളിൽ പറയുന്ന 6000 വർഷം മുമ്പുള്ള ആദ ഔവ അല്ല ശരിക്കും ആദ്യകാലം. അതിന് മുന്നുള്ള ആദ ഔവയുടെ കാര്യം ബൈബിളിലുണ്ട്. 6000 വർഷം മുമ്പ് ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന ഒരു ആദ ഔവയുടെ കാര്യവും പറയും. ആദ ഔവ വെച്ചാൽ ആദ്യ മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത മെസ്സേജിലൊക്കെ, ഇനി വരുന്ന മെസ്സേജിൽ വിശദീകരിച്ച് പറയാം. ഈ രണ്ട് ആദ ഔവയും എങ്ങനെയാണ്. ബൈബിളിൽ പറയുന്ന 6000 വർഷം അല്ല ശരിക്കും ആദ്യ മനുഷ്യന്റെ കാലഘട്ടം. ബൈബിളിൽ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ തുടക്കമായ 6000 വർഷത്ത് കഴിഞ്ഞ യുഗത്തിൽ നിന്നും തിരഞ്ഞെടുത്ത, അബ്ദിൽ നിന്നും തിരഞ്ഞെടുത്ത് ആ ദേശത്ത് കൊണ്ടുവന്ന് പാർപ്പിച്ച ഒരു ആദത്തിന്റെ ഔവയുടെ കഥ മുതലാണ് ബൈബിളിൽ പറയുന്നത്. എന്നാൽ ആദ്യത്തെ മനുഷ്യന്റെ കാര്യവും ഉണ്ട്, അത് കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു സമയത്ത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ വിഷയം, ഈ ബൈബിളിൽ പറയുന്ന കാലഘട്ടത്ത് ദൈവം മനുഷ്യന് മാംസവും കാര്യങ്ങളും കൊടുക്കുകയും അതിലൂടെയാണ് ദൈവം പ്രസാദിച്ചിരുന്നത് എന്നും പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? അന്നത്തെ കാലത്ത് മനുഷ്യന് ആത്മീയം എന്ന് പറയുന്ന സാധനമേ ഇല്ല. തനി മൃഗതുല്യനായി ഉള്ള മനുഷ്യരാണ് അന്നുണ്ടായിരുന്നത്. പക്ഷെ ആദ്യകാലത്ത്, ഈ ബൈബിളിൽ പറയുന്ന ഈ ആദ്യകാലം എന്ന് പറയുന്ന കാലഘട്ടത്ത് മനുഷ്യന്റെ വളർച്ചയും കാര്യങ്ങളെല്ലാം ജഡീകമായിരുന്നു. അതിൽ നിന്ന് അല്പ സ്വതന്ത്രമായി മനുഷ്യനെ പഠിപ്പിച്ച് കാലഘട്ടം കൊണ്ട് പല കാര്യങ്ങളും പല വ്യക്തികളിലൂടെയും പല ദൂതന്മാരിലൂടെ അല്ലെ ദേവന്മാരിലൂടെയും ഒക്കെ മനുഷ്യന് ഇൻഫർമേഷൻ കൊടുത്ത് പഠിപ്പിച്ചാണ് ശരിക്കും ഈ ആത്മീയ വളർത്തി കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് വളരുന്നതിനനുസരിച്ചാണ് ഈ മാംസവും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി വരേണ്ടത്. അതൊരു വശം. മറുവശത്ത് ഈ പഴയ കാലത്ത് ബൈബിളിൽ പറയുന്ന പഴയ നിയമപ്രകാരമുള്ള ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കോപഭാവമാണ് അവിടെ മുന്നോട്ട് നിന്നത്. അതായത് നമ്മളുടെ ഹൈന്ദവ രീതി പറഞ്ഞാൽ ശിവഭാവത്തിലാണ് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ രീതിയും പ്രവൃത്തിയും. യേശുവിലൂടെ വന്നപ്പോൾ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശാന്ത സ്വഭാവത്തിലാണ് കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയത്. അന്ന് ശിവഭാവമാണ് കൂടിയുന്നത്, ശാന്തഭാവം വളരെ കുറവും. യേശുവിലൂടെ ശാന്തഭാവം വളരെ കൂടുതലും ശിവഭാവം വളരെ കുറവും, സ്നേഹം കൂടുതലും തീ കുറവും. ഇതായിരുന്നു യേശുവിലൂടെയുള്ളത്. അതുകൊണ്ട് യേശു പള്ളിയിൽ കയറി തിന്മയ്ക്കെതിരെ ചാട്ടവാറ് എടുത്ത് അവിടുത്തെ പള്ളിക്കകത്ത് ലേലം വിളിച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരെയൊക്കെ ചാട്ടവാറ കൊണ്ട് അടിച്ചതെല്ലാം ദൈവത്തിന്റെ ശിവഭാവത്തിൽ യേശു മാറിയത് കൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷെ ദൈവം അത് നിർത്തിച്ചു. യേശുവിന് വെളിപാടിലൂടെ അല്ലെങ്കിൽ ഉള്ളിലൂടെ ഇൻഫർമേഷൻ കൊടുത്തു. ചെയ്യേണ്ട ജോലി അതല്ല, സ്നേഹഭാവത്തിൽ വന്ന വ്യക്തി ആ ജോലി ചെയ്യണം, ഇത് ഇങ്ങനെയല്ല ഇപ്പൊ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിർത്തിച്ചത് കൊണ്ടാണ് യേശു അത് നിർത്തിച്ചത്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. അടിക്കേണ്ടവനെ അടിച്ചും കൊന്നും ശിക്ഷിച്ചും നന്നാക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു അന്ന് ദൈവം ഉണ്ടായിരുന്നത്. ആവശ്യക്കാർക്ക് വേണ്ടി മാത്രം അല്പം സ്നേഹമേ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റും കോപവുമായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ രീതി അങ്ങനെ പോയത്. അപ്പൊ അന്ന് ഒട്ടും ആത്മവളർച്ച ഇല്ലാത്ത മനുഷ്യർക്ക് അന്ന് ഭൂമിയിൽ അന്നത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ നിയമം പാലിച്ചും ഉള്ളിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ അനുസരിച്ചും ജ്ഞാനം അനുസരിച്ചും പാകപ്പെട്ടും അങ്ങനെയൊന്നുമല്ല. അന്ന് നിയമങ്ങളൊന്നും ഇല്ല. അന്ന് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, തോന്നുന്ന പോലെ ജീവിക്കാം, തോന്നുന്ന പോലെ പ്രവർത്തിക്കാം. അപ്പൊ അവർക്ക് മൃഗതുല്യമായി ജീവിക്കുമ്പോൾ അവർക്ക് മാംസവും എല്ലാം കഴിക്കാം. പിന്നീട് അത് ആത്മീയ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് അത് കുറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് തന്നെ വേണ്ടാന്ന് തോന്നി അതിലൂടെ നമുക്ക് ഗുണം വരാതെ ദോഷം വരാൻ തുടങ്ങും. വയറിന് പ്രശ്നങ്ങളും അസിഡിറ്റി പ്രശ്നങ്ങളും ഗ്യാസും അങ്ങനെ പല പ്രശ്നങ്ങളും വന്ന് തന്നെ മതിയാക്കിയാണ് പിന്നീട് ഇതിലോട്ട് വരുന്നത്. ദൈവത്തെ മാത്രം ശക്തമായി മുറുകെ പിടിച്ച് ബാക്കി നിയമങ്ങളും തെറ്റാതെ ആത്മീയ മാംസാഹാരം കഴിച്ച് പോകുന്ന ആത്മാക്കൾക്കും പോകേണ്ട ഒരു തലമുണ്ട്. അവരും ജയിച്ച് ആ തലത്തിൽ പോകും. അപ്പൊ ആ തലത്തിൽ പോകേണ്ടവർക്ക് അതങ്ങനെ പോവേണ്ടി വരും. ഇനി അവർ മാംസാഹാരം കഴിച്ചതാണ് ജീവിച്ചത് അങ്ങനെ വന്നാൽ പോലും ഞാൻ എന്റെ മുൻ മെസ്സേജിൽ പറയുന്നത് പോലെ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർക്ക് ഈ ആഹാരങ്ങളെല്ലാം നിർത്തേണ്ട അവസ്ഥ വരും. അവസ്ഥ വന്ന് അവർ ഇതൊന്നും കഴിക്കാൻ പറ്റാതെ അല്പ കഞ്ഞിയോ ശകലം വെള്ളമോ ഒക്കെ കുടിച്ച് കിടക്കുന്ന ലെവലിലേക്ക് അവസാന നാളിൽ ഏതൊരു മനുഷ്യനും
വന്നിരിക്കും. ഇപ്പോൾ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് പോകേണ്ട ഏതൊരു വ്യക്തിയും വാർദ്ധക്യ സമയമാകുമ്പോൾ ആ ലെവലിൽ താനെ വന്നിരിക്കും. അവിടെ ആത്മീയം എന്ന് പറഞ്ഞല്ല മതിയാക്കുന്നത്, ശരീരത്തിന് വേണ്ടാതായി ഇതെല്ലാം ഒഴിവാക്കി അവസാനം കുറച്ച് കഞ്ഞിയോ വല്ലോ കഴിച്ച്, കഞ്ഞി എന്ന് പറയാൻ പറയാമല്ലോ, അത് വെറും ധാന്യം നെല്ല്, അത് കഞ്ഞി മാത്രമൊക്കെ കുടിച്ച് കുറച്ച് പയറൊക്കെ ഇട്ട് കഴിച്ച് അങ്ങനെ അവസാനം പ്യൂർ വെജിറ്റേറിയനായി മാത്രമേ ദൈവത്തിന്റെ പോസിറ്റീവിൽ പോകേണ്ട ആത്മാക്കൾ അല്ല ആ വ്യക്തികൾ അങ്ങനെ ജീവിക്കേണ്ട ഗതി വന്നിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ ഈ മെസ്സേജ് അല്ല, ഈ ഇങ്ങനെയുള്ള ആത്മീയ അറിവുകളൊക്കെ നേടി ആരെങ്കിലും നേരത്തെ ആത്മീയമായി വളർന്നാൽ ഈ വാർദ്ധക്യ സഹജ രോഗം അങ്ങനെയൊക്കെ വന്ന് ഈ അവസ്ഥയിൽ വരാതെ തന്നെ പൂർണ്ണ ആരോഗ്യമായി നല്ല രീതിയിൽ നല്ല പ്രായത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആത്മീയ വളർച്ച വന്നാൽ ഈ ആഹാര കാര്യങ്ങളെല്ലാം നിർത്തലാക്കി അവർ ആ ഭൂമിയിൽ ഉള്ള ബാക്കി സുഖവും കൂടി, സ്വർഗം എന്ന് പറയുന്ന ഒരു തലം ഈ 3 ഡയമെൻഷനുള്ള ഭൂമിയിലും കൂടെ അനുഭവിച്ചിട്ട് അവർ ദൈവത്തിലേക്ക് തിരിച്ചെത്തും. മറ്റവർ അങ്ങനെ അനുഭവിക്കുന്നില്ല. പാംസമൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്നവർ അവസാന രോഗങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയി വയ്യാതെയായി കിടന്ന് ഇതെല്ലാം മതിയാക്കി വേണ്ടാതായി മടുത്ത്, പക്ഷെ അവർ ഭൂമിയിൽ സുഖം ആസ്വദിക്കില്ല. അവരവസാനം ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് തന്നെ പോവും. പക്ഷെ ആ ഭൂമിയിലുള്ള സകല സുഖങ്ങളും നഷ്ടപ്പെട്ട് കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീർത്താണ് പോണത്. അപ്പൊ മാംസം കഴിക്കുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. അന്നത്തെ ദൈവം അത് പ്രസാദിച്ചു എന്ന് പറയുന്നത് ശിവഭാവത്തിൽ അത് പ്രസാദിച്ചതാണ്. ആ ആത്മാക്കളെല്ലാം ആ ശിവഭാവത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്, കോപഭാവത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അല്ലാതെ സ്നേഹഭാവത്തിൽ അല്ലെ പോസിറ്റീവ് ഭാവത്തിലോട്ടല്ല പോയി. അന്ന് അങ്ങനെ പോകുന്ന വ്യക്തികളൊന്നും ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പോസിറ്റീവ് ഉണ്ടായിരുന്നു, കൂടുതലും ശിവഭാവത്തിലായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറെ നാളത്തേക്ക് ഇപ്പോൾ ഈ യേശുവിന്റെ കാലത്തിന് ഇങ്ങോട്ടാണ് ആ സ്നേഹഭാവത്തിൽ വന്നത്. ഇപ്പം മനുഷ്യരെല്ലാം വീണ്ടും ആ ദൈവം സ്നേഹിക്കാൻ തുടങ്ങി. തെറ്റുകളൊന്നും നോക്കാതെ അവരെ ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് അവരെ സ്നേഹിച്ച് സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ ഈ കാലഘട്ടത്തെ അത്രയും, അല്ലാതെ ഈ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല സകല മനുഷ്യർക്കും ദൈവം ആ ലെവലിലായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യം അറിയിക്കാൻ വന്നതായിരുന്നു യേശു. ദൈവത്തെ, അതാണ് സുവിശേഷം പറയുക എന്നുള്ളത്. ദൈവത്തിന്റെ ഈ സ്നേഹഭാവത്തെ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വന്ന ആളാണ് യേശു. അപ്പൊ അത് പ്രചരിപ്പിച്ചത്, ഭൂമി മൊത്തം പ്രചരിപ്പിച്ചത്, ഭൂമിയിൽ ഈ ഒരു മാറ്റം ദൈവം ചെയ്യുന്നു. അതിനാണ് കൃപാകാലഘട്ടം എന്ന് പറയുന്നത്. ഈ കലിയുഗത്ത് ഒരു കൃപാകാലമുണ്ട്. കാരണം ഇത്രയും കലി പെരുകി നിൽക്കുമ്പോൾ, ഇത്രയും തിന്മ പെരുകി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഭക്തർക്ക് ഇങ്ങനൊരു കൃപാകാലഘട്ടമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സുവിശേഷം അറിയിച്ചതാണ് യേശുവും ശിഷ്യന്മാരും ചെയ്തത്. പക്ഷെ മതം ചെയ്യുന്നതോ പിന്നീട് വന്ന ആൾക്കാർ ഇതൊന്നും അല്ല, അതൊക്കെ കച്ചവടമായി മാറിപ്പോയി. ശരിക്കുള്ള കാര്യം ഇതായിരുന്നു. പക്ഷെ ഇനിയുള്ള കാലത്ത് ദൈവം ശരിക്കും ശിവഭാവത്തിലാണ് ഇനി കൂടി നിൽക്കുന്നത്. ഇപ്പോഴും അതാണ്. അതുകൊണ്ടാണ് പ്രകൃതി കോപത്തിലാണെന്നും ദേഷ്യത്തിലാണെന്നും ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഈ കാലഘട്ടത്തും മാംസവും ഇതൊക്കെ ആർക്കാണോ കഴിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ ആത്മാവ് ജയിച്ച് ദൈവത്തിന്റെ കോപഭാവത്തിലോട്ടേ പോവുള്ളൂ. ഇതെല്ലാം ഒഴിവാക്കി സ്നേഹവും ആ ഒരു ലെവലിലേക്ക് മനസ്സ് പാകപ്പെടുത്തി ആ ഒരു രീതിയിൽ വരുന്നവർക്ക് ദൈവത്തിന്റെ സ്നേഹഭാവത്തിലോട്ട്, പോസിറ്റീവിന്റെ ഹൈ തലത്തിലോട്ടും പോകാൻ പറ്റും. ഞാൻ പലരും അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ക്രിസ്ത്യ ഇതിൽ പറയുന്നുണ്ട്, ഹൈന്ദവത്തിന്റെ ഇതും പറയുന്നുണ്ട്, ഈ മുസ്ലിം ലെവലിൽ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് പറയുന്ന ആ വിഭാഗത്തെ ദൈവത്തിന്റെ ശിവഭാവത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കടുത്ത ശിക്ഷ. കണ്ണിന് പകരം കണ്ണ്, യേശു തന്നെ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കൈ, ജീവന് പകരം ജീവൻ. അങ്ങനെ തന്നെയാണ് ദൈവത്തിന്റെ നിയമം എന്നാണ് യേശുവും പറയുന്നത്. പക്ഷെ യേശുവാണ് പറയുന്നത്, ഞാനും പറയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ ദൈവത്തിന്റെ സ്നേഹഭാവത്തെ പബ്ലിഷ് ചെയ്യാമെന്നതാണ്. മുസ്ലിം ലെവലിൽ വെച്ചാൽ അങ്ങനെയല്ല. ദൈവത്തിന്റെ ശിക്ഷാഭാവം, ശിക്ഷയിലൂടെ നന്നാക്കി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ആ മതത്തിൽ ദൈവം കൂടുതലായി ചെയ്യുന്നത്. 2028 ശേഷം ശരിക്കും ദൈവം കുറച്ചും കൂടെ കോപഭാവത്തിലോട്ട് എത്തും. അങ്ങനെ വരുമ്പോൾ സകലർക്കും ഭൂമിയിൽ ശിക്ഷയും പരീക്ഷയും, തീ കൊണ്ടുള്ള, ഞാൻ നേരത്തെ പറയാം, തീ കൊണ്ട് അവരെ സ്വർണത്തെ ശുദ്ധീകരിക്കുമ്പോഴുള്ള പ്രക്രിയ പോലെ സകലരെയും നിമിത്തങ്ങളിലൂടെയും സാഹചര്യത്തിലൂടെയൊക്കെ ശിക്ഷിച്ചും ഒരുപാട് കഷ്ടത്തിലൂടെയൊക്കെ കർമ്മഫലങ്ങൾ അനുഭവിപ്പിച്ചു കൊടുത്തുമൊക്കെ നന്നാക്കുന്ന ഒരു കാലഘട്ടം ഇനി അങ്ങോട്ട് വരും. 2028 ശേഷം അങ്ങോട്ട് അങ്ങനെ തുടങ്ങി നല്ല രീതിയിൽ അത് കയറി വരും. ആ സമയത്ത് ഞാൻ ഖുറാനായിരിക്കും കൂടുതലും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു തരുന്നത്. അതിനു മുന്നമേ ഒരുപാട് പേരെ ദൈവം സ്നേഹിച്ചും രക്ഷിച്ചും സഹായിച്ചും ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ ദൈവം പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോ ഞാൻ സ്നേഹഭാവത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ പൂർണ്ണ സ്നേഹമെന്ന് വിചാരിക്കരുത്. ദൈവത്തിന്റെ കോപഭാവവും ഇപ്പോ നേരത്തെ കാട്ടിയും കൂടുതലായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്ത്